തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ കേസെടുത്തത് യു.ഡി.എഫിലെ വനിതാ കൗൺസിലർമാരുടെ പരാതിയിൽ നഗരസഭയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വിവരങ്ങളുമായി അപർണ കെ.എസ്. ചേരുന്നു. അപർണ, ഏതായാലും ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കയ്യാങ്കളിയിൽ എന്തായാലും ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ബി.ജെ.പി. കൗൺസിലർമാരുടെ പരാതിയിൽ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെയും ഒരു പരാതി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ യു.ഡി.എഫ്. ബി.ജെ.പി. കൗൺസിലർമാർ തമ്മിൽ കയ്യേറ്റമുണ്ടായത്. കൗൺസിലർമാരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ വാക്കേറ്റവും തുടർന്ന് കയ്യേറ്റവും ഒക്കെ തന്നെ ഉണ്ടായത്. ബി.ജെ.പി. കൗൺസിലർ ചെമ്പഴന്തി ഉദയനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. യു.ഡി.എഫ്. വനിതാ കൗൺസിലർമാരുടെ പരാതിയിലാണ് ഇന്ന് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യു.ഡി.എഫ്. വനിതാ കൗൺസിലർമാരായ ഷേർലി, അനിത അലക്സ് എന്നിവരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ പരാതിയിൽ ചെമ്പഴന്തി ഉദയൻ, ഗിരി, പാപ്പനംകോട് സജി എന്നിവർക്കെതിരെയാണ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലത്തെ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയത്. അപ്പോൾ ഇന്ന് ബി.ജെ.പി. കൗൺസിലർമാർ യു.ഡി.എഫ്. കൗൺസിലർമാർക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകും. കൂടാതെ തന്നെ ഇന്നലത്തെ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മാർച്ചും ഇന്ന് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വളരെ ഏറെ സങ്കീർണമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതായത് ഈ ഇരു മുന്നണികളുടെയും നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രജിസ്റ്റർ വലിച്ചു കീറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വനിതാ പ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇരുവരും കുടിക്കാനായി നൽകിയിരുന്ന വെള്ളം വരെ പരസ്പരം ദേഹത്തേക്ക് ഒഴിച്ചിരുന്നു. അതൊക്കെ തന്നെ വലിയ കയ്യാങ്കളിയിലേക്ക് ചെന്നിരുന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത്. എന്തായാലും ഇന്നും അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപർണ, ഏതായാലും ഈ ഒരു സംഭവം ഈ കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ഈ ഒരു വനിതാ കൗൺസിലർമാരുടെ അടക്കം പരാതിയിൽ ഇപ്പോൾ എന്തായാലും വലിയൊരു വിവാദത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. എന്നാൽ തിരിച്ചും ഇപ്പോൾ യു.ഡി.എഫ്. കൗൺസിലർമാർക്കെതിരെയും ഇത്തരത്തിൽ പരാതി നൽകാനുള്ള ഒരു സാഹചര്യമുണ്ട്, കേസെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വീണ്ടും ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച് നടക്കുന്നുണ്ട്. ഇത് വീണ്ടും ഈ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും ഇന്നലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇരുവരും തമ്മിൽ കയ്യേറ്റം വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അതേ അവസ്ഥ തന്നെ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മുൻകരുതലോട് കൂടി തന്നെയാണ് എല്ലാവരും തന്നെ ഇരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്നലത്തെ ആരോപണം എന്ന് പറയുന്നത് പ്രധാനമായും കാപ്പാസ് കേസ് പ്രതിയായ സുഗതനെ സംരക്ഷിക്കാനായിട്ടാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്താനുള്ള അറ്റൻഡൻസ് രജിസ്റ്ററിൽ യു.ഡി.എഫ്. കൗൺസിലർമാരെ കൊണ്ട് ഒപ്പ് ചെയ്യാൻ അനുവദിക്കാതിരുന്നതും, കൂടാതെ മേയർ ഇത്തരത്തിൽ എല്ലാ അജണ്ടകളും സഭയിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചു പോകുന്നതും ഒക്കെ തന്നെ ഇത്തരത്തിൽ സുഗതനെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടായിട്ടാണ് യു.ഡി.എഫ്. ഉയർത്തിക്കാട്ടുന്നത്. അതായത് കൗൺസിൽ അംഗങ്ങൾ പങ്കെടുത്തു എന്ന തെളിവാണ് ഇത്തരത്തിലുള്ള അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുക എന്നുള്ളത്. അതിൽ യു.ഡി.എഫ്. കൗൺസിലർമാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇന്നലെ നടന്ന കൗൺസിൽ യോഗം നടന്നതായിട്ടുള്ള രേഖകൾ ഇല്ലാതെയാകും. അതേ തുടർന്ന് സുഗതന് ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാനുള്ള അവസരം നീട്ടി നൽകാനായിട്ട് സാധിക്കും എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് യു.ഡി.എഫ്. പറയുന്നത്. എന്നാൽ ബി.ജെ.പി. കൗൺസിലർമാർ ഇത് എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, തങ്ങളെല്ലാവരും തന്നെ ബി.ജെ.പി. കൗൺസിലർമാരെല്ലാം തന്നെ അറ്റൻഡൻസിൽ ഒപ്പിട്ടിരുന്നു. യു.ഡി.എഫ്. കൗൺസിലർമാർ അനാവശ്യമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നായിരുന്നു പ്രധാന ആരോപണം. എന്തായാലും ഇന്നലെ അതിനെ ചൊല്ലിയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ അടക്കം വലിച്ചു കീറി എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു കയ്യേറ്റത്തിലേക്ക് അത് കടക്കുകയായിരുന്നു. ശബരിനാഥൻ അടക്കമുള്ള നേതാക്കളെ ഈ ചെമ്പഴന്തി ഉദയൻ അടക്കം കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് ബി.ജെ.പി. കൗൺസിലർമാരും ആരോപിക്കുന്നത്. എന്തായാലും ഇരു മുന്നണികളും പരസ്പരം മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയാണ്. അതായത് യു.ഡി.എഫ്. പരാതി നൽകി കഴിഞ്ഞു, ഇന്ന് ബി.ജെ.പി. പരാതി നൽകും. എന്തായാലും സ്ഥിതിഗതികളെല്ലാം തന്നെ വളരെ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ കേസെടുത്തത് യു.ഡി.എഫിലെ വനിതാ കൗൺസിലർമാരുടെ പരാതിയിലാണ്. നഗരസഭയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും ഉണ്ടാകും. അപർണ കെ.എസ്. ആണ് വിവരങ്ങൾ നൽകിയത്.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. KG ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏതായാലും ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇന്ന് സർക്കാർ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരും. ഇതിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദേശീയതലത്തിൽ തന്നെ പ്രധാന ചർച്ചാ വിഷയവുമായ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിയമസഭയിൽ സർക്കാർ പ്രമേയം കൊണ്ടുവരുന്നത്. 108 ഭേദഗതി പ്രകാരമാണ് ഈ പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ പൂർണ്ണമായി ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. LDFും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ 3 BJP അംഗങ്ങൾ ഇതിനെതിരെ വോട്ട് ചെയ്യാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ട്. ഈ ആശങ്ക പരിഹരിക്കണം. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു പരിഷ്കരണം തന്നെ ഈ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണം. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രമേയം അവതരിപ്പിക്കുക. ഇത് ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ എല്ലാം രാജി ആവശ്യപ്പെട്ട് CJP അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരള നിയമസഭയിൽ ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രമേയം കൂടിയാണ്. മുൻകാലങ്ങളിലും ഇത്തരം പ്രമേയങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ സംയുക്തമായി തന്നെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം കേരളത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ പിന്തുണ നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. മറിച്ച് 3 BJP അംഗങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി തന്നെ ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ എതിരെയുള്ള പ്രമേയമായതിനാൽ തന്നെ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കുറച്ചു നാളുകളായി തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ആശങ്കയുണ്ട്. ആ ആശങ്ക നാം കണ്ടതാണ്. ആദ്യം ഒരു പരീക്ഷ നടത്തുന്നു, അതിൻ്റെ ചോദ്യപേപ്പർ ചോരുന്നു, അതിനുശേഷം വീണ്ടും പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷയിലും ബീഹാറിലും ഉത്തർപ്രദേശിലുമെല്ലാം ക്രമക്കേടുകൾ കണ്ടെത്തുന്നു, ആൾമാറാട്ടം കണ്ടെത്തുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു നീറ്റ് പരീക്ഷ കൃത്യമായി നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച അടക്കമുള്ളവ ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. ഈ ചർച്ചയിൽ റോജി എം ജോൺ ഉന്നയിക്കാനാണ് സാധ്യത. എന്തായാലും മാസങ്ങളായി തുടരുന്ന ഒരു വിഷയമാണ് കേരള നിയമസഭയിൽ ഇന്ന് പ്രമേയമായി അവതരിപ്പിക്കുന്നത്. അതിൽ കൃത്യമായി ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ കുറച്ചു നാളുകളായി തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയിലാണ്. ആ ആശങ്കയാണ് ഇന്ന് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉന്നയിക്കുക. ശ്രീജിത്ത്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഇന്ന് നിയമസഭയിൽ പ്രമേയമായി അവതരിപ്പിക്കുമ്പോഴും ഇതിനെ LDF പിന്തുണയ്ക്കുമോ? പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെങ്കിലും BJP എതിർക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു കേന്ദ്രത്തിനെതിരെ അടക്കം ഈ ഒരു ചർച്ച ഉണ്ടാകും. ഈ ഒരു നിയമസഭയിൽ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ തന്നെ BJP ഇതിനെ എതിർക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയെ വിശ്വാസ്യതയുള്ളതും അതോടൊപ്പം തന്നെ സുതാര്യമായും തന്നെ നടത്തണം എന്ന ആവശ്യങ്ങളെല്ലാം മന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനല്ലേ സാധ്യതയുള്ളത്? തീർച്ചയായും LDFിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രമേയത്തിന് പൂർണ്ണമായി പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയാണ്. കാരണം കേന്ദ്രത്തിൽ തന്നെ CJP അവിടെ പ്രതിഷേധം നടത്തുമ്പോൾ ഇന്നലെ തന്നെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവായ വൃന്ദ കാരാട്ട് അടക്കമുള്ളവർ CJPക്ക് ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് നാം കണ്ടിരുന്നു. CJP പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. അത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്രത്തിൽ CPM വലിയ പിന്തുണ നൽകുമ്പോൾ സ്വാഭാവികമായി തന്നെ കേരളത്തിൽ നിയമസഭയിൽ അവർക്ക് MLA-മാരുള്ള നിയമസഭയിൽ ഈ ഭരണപക്ഷമായ കോൺഗ്രസ് ഒരു UDF ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അവർ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അത് കേന്ദ്ര സർക്കാരിനെതിരായ, കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരായ, കേന്ദ്രത്തിൻ്റെ വീഴ്ചയ്ക്കെതിരായ, കേന്ദ്രമന്ത്രിക്കെതിരായ ഒരു നീക്കമാണ്. അതിനെ സ്വാഭാവികമായി തന്നെ BJPയുടെ 3 MLA-മാരും പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ V മുരളീധരൻ, ഗോകുമാർ അടക്കമുള്ളവർ ചിലപ്പോൾ ഇതിനെതിരെ തന്നെ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ അവർ വിജയിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്, മുൻകാലങ്ങളിൽ കേന്ദ്രത്തിനെതിരായ പ്രമേയങ്ങൾ ഏകപക്ഷീയമായി തന്നെ കേരളത്തിൽ നിന്ന് പാസ്സായി പോകുന്ന ഒരു അവസരമുണ്ട്. ഇനി അത്തരം ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് വിജയിച്ചപ്പോൾ തന്നെ അവർ സൂചിപ്പിച്ചാണ് ഈ നിയമസഭയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആദ്യമായി കടന്നു വരികയാണ്. ആ ഒരു നീക്കം തന്നെയാണ് ഇനി BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്.
ഏതായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിയമസഭയിൽ ഇന്ന് സർക്കാർ പ്രമേയം അവതരിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷം ഈ പ്രമേയത്തെ പിന്തുണയ്ക്കും. എന്നാൽ BJP ഈ പ്രമേയത്തെ എതിർക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.